വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രന്റെ വീട്ടിലാണുള്ളത്. അദ്ദേഹം നമ്മളെ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു വാർത്ത അറിയിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. ഗുഡ് മോർണിംഗ്. കുറെ കാലമായി കാവേരിയിലേക്ക് വരണമെന്ന് വിചാരിക്കുന്നു. കാവേരി ഒരു പുണ്യ നദിയാണ്. പുണ്യം കിട്ടും ഇവിടെ വന്നവർക്കല്ല. ഇപ്പൊ ഒരു ദുഃഖകരമായ വാർത്ത അറിയിച്ചുകൊണ്ട് തുടങ്ങാം എന്ന് കരുതുക. ഇപ്പൊ ഇടുക്കിയിൽ മൂന്നാറില് വീണ്ടും ഒരു കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നു. ഒരു സ്ത്രീക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന വാർത്ത ഇപ്പൊ വരുന്നു. തൃശൂർ സ്വദേശി ഡിൽജയ്ക്കാണ് പരിക്കേറ്റത്. മൂന്നാർ വാഗവരയിൽ വെച്ച് പടയപ്പയാണ്, നമ്മുടെ സ്ഥിരം പഴയ പടയപ്പയുണ്ടല്ലോ, പടയപ്പയാണ് ആക്രമിച്ചത്. ഇരുചക്ര വാഹനത്തിൽ വരുമ്പോഴായിരുന്നു ആക്രമണം. അപ്പോൾ മറയൂരിലേക്ക് മറ്റു ഗുരുതരമായ പരിക്കല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മിനിസ്റ്റർ കണ്ടതിൽ സന്തോഷം. എനിക്ക് തോന്നുന്നു വെല്ലുവിളി നിറഞ്ഞൊരു സമയത്തൂടെ ആയിരിക്കുമല്ലേ മിനിസ്റ്റർ കടന്നു പോകുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ഏത് ആന ആക്രമിച്ചു എന്നുള്ളൊരു ആശങ്കയിലാണോ? ദിവസം 6 മണിക്ക് നോക്കാറുണ്ട്. എവിടെയൊക്കെയാണ് ഇന്ന് എന്തെങ്കിലും ഇത്തരത്തിലുള്ള അനിഷ്ടകരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചാലേ പറ്റുള്ളൂ. ചൂട് കൂടി വരികയാണ്. അതെ, അതിൽ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മളിപ്പോൾ അസാധാരണമായൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കഴിഞ്ഞ ഒരു 9 വർഷത്തിനിടയിൽ വലിയ എണ്ണം ആളുകളാണ് മരിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു ഭരണകൂടം എന്നുള്ള നിലക്ക് അത് തടയാനും അതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുമുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കൊരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അത് വിമർശകരോട് പിണങ്ങിയിട്ട് കാര്യമില്ല. കാരണം അത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഭരണകൂടത്തിന്റെ സംരക്ഷണം. ഒരു ഡിസാസ്റ്ററായി മാറി അല്ലേ? അതെ. അപ്പൊ ഇപ്പൊ ഒരു ദുരന്തമാണിത്. ആ ദുരന്തത്തെ ദുരന്തമായി കാണാൻ ദൗർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെന്റിന് കഴിയുന്നില്ല. ഇന്നലെ തന്നെ വ്യക്തമായി പാർലമെന്റിൽ പറഞ്ഞല്ലോ, നിയമം മാറ്റാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട വയനാട് MP വയനാട്ടിൽ വന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു കേന്ദ്ര നിയമം മാറ്റാൻ ഒക്കില്ല. നമ്മളിതാണ് നേരത്തെ നിയമസഭ ഐക്യകണ്ഠേന പാസ്സാക്കിയ പ്രമേയത്തിലൂടെ നിയമം മാറ്റണം, നിയമത്തിൽ കാതലായ മാറ്റം വരുത്തണം. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, 72-ലുണ്ടായ ഒരു നിയമമാണ്. ഏത് നിയമവും കാലോചിതമായ പരിഷ്കാരത്തിന് വിധേയമാകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് അന്ന് ആ കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ ഭരണഘടനയെ നിയമത്തെ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങൾ വേണമെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പൊതുസമൂഹം അത് അംഗീകരിക്കുന്ന ഒരു അഭിപ്രായമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലാർക്കും സംശയമില്ല മിനിസ്റ്റർ. കാരണം 72-ലെ ഒരു നിയമം ഇത്ര വർഷം കഴിഞ്ഞിട്ടും അതിന്റെ ഉദ്ദേശം പരമാവധി സാധ്യമാക്കിയിട്ടും ഇപ്പോൾ എണ്ണം കൂടി, വലിപ്പം കൂടി, വന്യമൃഗ സംരക്ഷണം ഉണ്ടായി, ആ എക്കോളജി ആ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു. ലോകമെങ്ങും മാറ്റം സംഭവിച്ചു ഇത്തരം നിയമങ്ങളിൽ. അല്ല, അത് മാത്രമല്ല, 72-ൽ ഈ നിയമം കൊണ്ടൊരുടയായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കാടിന്റെ വിസ്തൃതി കുറയുന്നു, വന്യമൃഗങ്ങൾ വ്യാപകമായി വേട്ടയാടപ്പെടുന്നു. അത് നമ്മുടെ എക്കോസിസ്റ്റത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതുകൊണ്ടാണ് സാർവദേശീയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കിയത്. അത് ആ കാലത്ത് പ്രസക്തമായിരുന്നു. എന്നാൽ ഇത്രയും ദീർഘമേറിയ വർഷത്തിനിടയിൽ കേരളം ആ പ്രോമിസുകൾ പാലിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ള ഒരു സംസ്ഥാനം നമ്മളതാണ്. 29%. ദേശീയ ശരാശരിയേക്കാൾ, ശരാശരിയല്ല, അതിനേക്കാൾ 30%, 29 പോയിന്റ് സംതിങ് ആണ്. 30% വനം പ്രൊട്ടക്ട് ചെയ്തൊരു സംസ്ഥാനമാണിത്. അതുപോലെ തന്നെ വന്യജീവികളെ പ്രൊട്ടക്ട് ചെയ്ത സംസ്ഥാനമാണിത്. മറ്റൊന്ന് ഒരു വ്യത്യാസം, നമ്മുടെ വനമേഖലയോട് ചേർന്നാണ് ജനങ്ങൾ സെറ്റിൽമെന്റുകളുള്ളത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അതൊരു പ്രശ്നമല്ല. കാരണം അവർക്ക് സെറ്റിൽമെന്റുകളിൽ അപൂർവമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംസ്ഥാനങ്ങളുടെ സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേരളം ഉന്നയിക്കുന്ന ഈ ആവശ്യത്തോട് നെഗറ്റീവായി പെരുമാറുന്നതിനെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠകൾ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ നിന്നും ഉയർന്നു വരുന്നില്ല. അതാണ് എന്റെയൊക്കെ ആവലാതിയാണ്. അതായത് കേന്ദ്രം ഈ നിയമം മാറ്റുന്നില്ല, അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷമോ മാധ്യമങ്ങളോ തയ്യാറാകുന്നില്ല. അങ്ങനെയാണോ എന്ന് വേണമെങ്കിൽ ഞാൻ അടിവരയിടാം. ഓക്കെ, ശരി. അതൊരു വസ്തുതയാണ്, അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല മിനിസ്റ്റർ. നമ്മൾ ആവർത്തിച്ച് പറയുന്നില്ല. പക്ഷെ അതോടൊപ്പം ഞാൻ 1-2 കാര്യങ്ങൾ ക്ലാരിറ്റി ചോദിച്ചു. അപ്പൊ ഇന്നലെ മിനിസ്റ്ററുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പരക്കെ ഇപ്പോൾ വിമർശനത്തിന് വിധേയമായത്, ഈ ആദിവാസി വനമേഖലയിലാണ് പലരും കാട്ടാനാക്രമണങ്ങൾ ചിലരെങ്കിലും നടക്കുന്നത് എന്നങ്ങ് പറഞ്ഞു. അത് പല രീതിയിൽ വനത്തിനകത്ത്. അപ്പൊ അത് അനാവശ്യമായിട്ട് കോട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? അങ്ങ് ഉദ്ദേശിച്ചിട്ട് അതൊരു വസ്തുതയാണല്ലോ. ഇപ്പൊ നമ്മൾ പറയുന്നത്, ഇപ്പൊ ഈ കഴിഞ്ഞ
ഈ 2025 ഇത്രയല്ലേ ആയിട്ടുള്ളൂ. അതെ. ഈ നടന്ന മരണങ്ങളിൽ പകുതി വനത്തിനകത്താണ് സംഭവിച്ചിട്ടുള്ളത്. വനത്തിനകത്ത് ഒരു പൗരൻ പോകുന്നത് സ്ട്രെസ് പാസിംഗ് ആണ്. അല്ല, അത് എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് കണക്കിലെടുക്കാതെ എല്ലാ മരണത്തിന്റെ കൂട്ട് നമ്മൾ സംരക്ഷിക്കേണ്ടത് ഏതാണ്? വന്യജീവികൾ, വന്യമൃഗങ്ങൾ വനത്തിന് പുറത്തു വന്ന് ജനവാസ മേഖലയിലെ മനുഷ്യനെ ആക്രമിക്കുകയും കൊല്ലുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണോ അതിനാണല്ലേ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്? ഇന്നലെ പക്ഷേ സംഭവിച്ചത്, ഇന്നലെ 2 മരണങ്ങളാണല്ലോ. 2 ദിവസങ്ങളായിട്ട് 3 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിൽ സോഫിയ കൊല്ലപ്പെടുന്നത് ഒരു അരുവിയിൽ കുളിക്കാൻ പോകുമ്പോഴാണ്, വീടിന്റെ അടുത്ത്. ഈ പ്രത്യേക കേസ് ഞാൻ വന്ന ടോട്ടൽ നമ്പറാണ്. ആ കോണ്ടെക്സ്റ്റിൽ മിനിസ്റ്റർ പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിനേക്കാൾ ജനങ്ങളെ വികാരപരമായി ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകുന്നു എന്നൊരു സംശയം, അത്രയേ ഉള്ളൂ. അല്ലാതെ അതേസമയത്ത് മാധ്യമങ്ങൾ ചെയ്യുന്നത് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ്. അത് ജനങ്ങളുടെ മുമ്പിൽ മാത്രമല്ല, ഭരണാധികാരികളുടെ മുമ്പിലും എത്തിക്കുകയാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ജാഗ്രതയാവണം. അപ്പോൾ സമൂഹത്തെ ജാഗ്രതത്താക്കാനുള്ള ഒരു ശ്രമം മാധ്യമങ്ങൾ നടത്തുന്നതിനോട് 100% എനിക്ക് യോജിപ്പാണ്. എന്നാൽ അതേസമയം നമ്മൾ ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല.